ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. ഇന്ന് ജൂലൈ 8 ഇന്നത്തെ ഒരു ഡേറ്റ വെച്ച് നാളത്തെ ഒരു മാർക്കറ്റ് പ്രഡിക്ഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഇവിടെ എടുത്തിരിക്കുന്നത് നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലാണ്. നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിൽ നമുക്ക് മനസ്സിലാവും ഇന്നത്തെ ക്ലോസിംഗ് വന്നിരിക്കുന്ന ഈ ഒരു ക്യാൻഡിലിന് ഈ ഒരു റേഞ്ചിന് മുകളിലാണ്. സോ ഒരു ബുള്ളിഷ് പാറ്റേൺ ആയിട്ടാണ് നമുക്ക് ഇന്നത്തെ ഡേ ക്യാൻഡിൽ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം ബാങ്ക് നിഫ്റ്റി എടുക്കുകയാണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്നത്തെ ക്യാൻഡിൽ, ഇന്നത്തെ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇത് ക്ലോസ് വന്നിരിക്കുന്നത് ഇന്നലത്തെ ഈ ഒരു റേഞ്ചിന് മുകളിലാണ്. സോ ഒരു ബുള്ളിഷ് പാറ്റേൺ ആയിട്ടാണ് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഇതിന്റെ കൂടുതൽ അനാലിസിസിന് വേണ്ടി നമ്മളിപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ വാല്യൂസ് ഞാനിപ്പോൾ ഫസ്റ്റ് നിഫ്റ്റി എടുക്കാം. നിഫ്റ്റിയിൽ ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 25,461.3 ആണ്. PCR വാല്യൂ എന്ന് പറയുന്നത് 0.94 ആണ്. മാക്സ് പെയിൻ വന്നിരിക്കുന്നത് 25,500 ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പുട്ട് OI ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,400 കോൾ OI ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,500 അതുപോലെ തന്നെ OI ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോൾ OI ചേഞ്ച് വന്നിരിക്കുന്നത് 25,700 പുട്ട് OI ചേഞ്ച് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,400 അപ്പൊ ഈ ഡേറ്റാസ് ഞാനിവിടെ എക്സലിൽ എടുത്തിട്ടുണ്ട്. എക്സലിൽ നോക്കുകയാണെങ്കിൽ ഈ PCR വാല്യൂ എന്ന് പറയുന്നത് 0.94 ആണ്. 0.94 എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്ലൈറ്റ്ലി ന്യൂട്രൽ ടു ഒരു ബുള്ളിഷ് പാറ്റേണിലേക്ക് മാർക്കറ്റ് പോകുന്നു എന്നാണ് ഈ PCR വാല്യൂ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹയസ്റ്റ് കോൾ OI വന്നിരിക്കുന്നത് 25,500 ഹയസ്റ്റ് പുട്ട് OI വന്നിരിക്കുന്നത് 25,400 അതായത് ഹയസ്റ്റ് കോൾ OI 25,500 ആണ്. അപ്പോൾ ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ആണ്. അതുപോലെ തന്നെ ഹയസ്റ്റ് പുട്ട് OI വന്നിരിക്കുന്നത് 25,400 ആണ്. സോ ഇതൊരു നല്ലൊരു സപ്പോർട്ട് സോൺ ആണ്. ഇനി കോൾ OI ചേഞ്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 25,700 നല്ല കോൾ റേറ്റിംഗ് നടക്കുന്നുണ്ട്. സോ ഒരു ഫ്രഷ് റെസിസ്റ്റൻസ് അവിടെ ബിൽഡ് ആവുന്നുണ്ടെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓൾറെഡി 25,500 നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അതിന് മുകളിലായിട്ട് 25,700 ഒരു ഫ്രഷ് റെസിസ്റ്റൻസ് ആണ് ബിൽഡ് ആവുന്നുണ്ട്. അതുതന്നെ പുട്ട് OI ചേഞ്ച് നോക്കുവാണെങ്കിൽ 25,400 നല്ലൊരു കോൾ റേറ്റിംഗ് നടക്കുന്നുണ്ട്. സോ ഇവിടെ ഓൾറെഡി 25,400 നല്ലൊരു സപ്പോർട്ട് സോൺ ഉണ്ട്. ഇത് കൂടുതൽ സ്ട്രെങ്തൻ ആവുകയാണ് ഇവിടെ പുട്ട് OI ചേഞ്ചും കൂടുന്നതിന് അനുസരിച്ച്. ഇത് നമുക്ക് ചാർട്ടിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നിഫ്റ്റിന്റെ ചാർട്ട് എടുക്കുകയാണെങ്കിൽ നിഫ്റ്റിന്റെ 50 മിനിറ്റ്സിന്റെ ക്യാൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഓക്കെ 25,400 നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. 25,400 നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ 25,500 നല്ലൊരു റെസിസ്റ്റൻസ് സോണും ഉണ്ട്. അപ്പൊ ഇത് 25,500 നല്ല റെസിസ്റ്റൻസ് സോൺ ഉണ്ട്. അതോടൊപ്പം തന്നെ 25,500 നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ഉണ്ട്. 25,400 നല്ല സപ്പോർട്ട് ഉണ്ട്. ഒരു പുതിയൊരു റെസിസ്റ്റൻസ് സോൺ 25,700 ബിൽഡ് ആവുന്നുണ്ട്. അപ്പം നമുക്കിവിടെ 25,500 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് 25,700 ആണ്. അപ്പൊ 25,700 അടുത്തൊരു റെസിസ്റ്റൻസ്, ഒരു ഫ്രഷ് റെസിസ്റ്റൻസ് സോൺ ഇവിടെ ബിൽഡ് ആവുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ്. ഇൻ ബിറ്റ്വീൻ ഈ ഒരു റേഞ്ചിൽ ഒരു 100 പോയിന്റ്സ് റേഞ്ചിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എൻട്രി ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഈ 25,500 മുകളിലേക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു ലോങ് സെറ്റപ്പ്, അല്ലെങ്കിൽ 25,400 താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു മാർക്കറ്റിന്റെ ഒരു വീക്ക്നെസ് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഒരു ഷോർട്ട് എൻട്രി നമുക്ക് കിട്ടണമെങ്കിലും ഈ 25,400 താഴേക്ക് പോയാലാണ് നല്ലൊരു ഷോർട്ട് കിട്ടുക. അപ്പം ഇനിയിപ്പം ബാങ്ക് നിഫ്റ്റിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 50 മിനിറ്റ്സിൽ എടുക്കുക. അതിന് ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ പുട്ട് OIയും കോൾ OIയും വന്നിരിക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് 57,000 ആണ്. ഇനി OI ചേഞ്ച് നോക്കുകയാണെങ്കിൽ OI ചേഞ്ച് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് കോൾ OI ചേഞ്ച് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 57,000 പുട്ട് OI ചേഞ്ച് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 57,100 അപ്പം ഈ ഡേറ്റ വെച്ചിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ എക്സലിന് ആദ്യം ഞാൻ കാണിച്ചു തരാം. എക്സലിൽ നോക്കുകയാണെങ്കിൽ
ഹയസ്റ്റ് കോൾ OA വന്നിരിക്കുന്നത് 57,000ലാണ്. ഹയസ്റ്റ് പുട്ട് OA വന്നിരിക്കുന്നത് 57,000ലാണ്. ഹയസ്റ്റ് കോൾ OA ചേഞ്ച് വന്നിരിക്കുന്നത് 57,000ലാണ്. ഹയസ്റ്റ് പുട്ട് OA ചേഞ്ച് വന്നിരിക്കുന്നത് 57,100ലാണ്. ഇവിടെ PCR വാല്യൂ എന്ന് പറയുന്നതും നമുക്കൊരു ബുള്ളിഷ് പാറ്റേൺ, ഒരു ബുള്ളിഷ് ബയസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഹയസ്റ്റ് കോൾ OA 57 ആയതുകൊണ്ട് ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ആയിട്ടും ഇത് നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് സോൺ ആയിട്ടും നമുക്ക് കണക്കാക്കാം. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് കോൾ OA ചേഞ്ച് വന്നിരിക്കുന്നത് 57ൽ തന്നെയാണ്. അതായത് ഒരു റെസിസ്റ്റൻസ്, ഇവിടെയുള്ള റെസിസ്റ്റൻസ് അൺവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലൊരു റെസിസ്റ്റൻസ് സോൺ അൺവൈൻഡ് ചെയ്യാൻ മീൻസ് അത് സ്ട്രെങ്ത് വീക്ക് ആവുക എന്നാണ്. അപ്പം റെസിസ്റ്റൻസിന്റെ ഒരു വീക്ക്നെസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഹയസ്റ്റ് പുട്ട് OA ചേഞ്ച് വന്നിരിക്കുന്നത് 57,100ലാണ്. അതായത് ഒരു ഫ്രഷ് റെസിസ്റ്റൻസ് സോണ്, ഫ്രഷ് സപ്പോർട്ട് സോണ് നമുക്ക് ഇവിടെ ഇതിന് മുകളിലായിട്ട് ഓൾറെഡി ഒരു സപ്പോർട്ട് ഉണ്ട്, നല്ലൊരു സപ്പോർട്ട് ഉണ്ട്, അതിന് മുകളിലായിട്ട് വേറൊരു സപ്പോർട്ട് സോണ് ബിൽഡ് ആവുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോ നമ്മള് 57 ആണ്. 57 നല്ലൊരു സപ്പോർട്ടാണ്. പക്ഷെ 57,100ല് പുതിയൊരു ഫ്രഷ് സപ്പോർട്ട് സോണ് ബിൽഡ് ആവുന്നുണ്ട്. സോ ഇതിനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ 57,100ന് നമുക്ക് ഈ ഒരു റേഞ്ചിനെ നമുക്കൊരു നല്ലൊരു സപ്പോർട്ട് സോൺ ആയിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ ഇനി റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 57,000 നോക്കുകയാണെങ്കിൽ ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അൺവൈൻഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അടുത്ത നല്ലൊരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് 57 ഒരു 500ലൊക്കെ നല്ല, ഈ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും 57,500ൽ നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ഉണ്ട്. അപ്പം ഇത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് 58,000ലാണ് നല്ല ഒരു റെസിസ്റ്റൻസ് സോൺ വരുന്നത്. അപ്പം ഇവിടെ മാർക്കറ്റിന്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന് താഴെയാണെങ്കിലാണ് ഈ ഒരു റേഞ്ചിൽ, ഇൻ ബിറ്റ്വീൻ ഈ ഒരു റേഞ്ചിൽ നമുക്ക് വലിയ ട്രേഡ് ഒന്നും കിട്ടില്ല. പക്ഷെ ഈ ഒരു 56,800 താഴെയാണെങ്കിൽ അത് ഒരു മാർക്കറ്റിന്റെ ഒരു വീക്ക്നെസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പം ഇതാണ് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒരു ലെവൽസ് ഇന്നത്തെ ഒരു ഡേറ്റ വെച്ചിട്ട്.